Hi everyone, let's learn about target CPA. അപ്പോൾ ടാർഗറ്റ് കോസ്റ്റ് പെർ ആക്ഷൻ എന്താണ്, അല്ലെങ്കിൽ കോസ്റ്റ് പെർ അക്വിസിഷൻ, അല്ലെങ്കിൽ എന്താണ് ടാർഗറ്റ് കോസ്റ്റ് പെർ കൺവേർഷൻ, അല്ലെങ്കിൽ ഈ ഒരു ടാർഗറ്റ് CPA ബിഡിംഗ് സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് നമുക്ക് പഠിക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്ക്രീൻ. ഇതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ട് അല്ലേ ടാർഗറ്റ് CPA-ന്, ടു ഗെറ്റ് ആസ് മെനി കൺവേർഷൻസ് ആസ് പോസിബിൾ ഫോർ യുവർ ടാർഗറ്റ് കോസ്റ്റ് പെർ അക്വിസിഷൻ. ദ കോസ്റ്റ് പെർ ക്ലിക്ക് ഡസ് നോട്ട് മാറ്റർ as long as you are getting clicks that convert at a profitable cost, the business is going to grow. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്, നമുക്ക് എന്തോരം അക്വിസിഷൻ അല്ലെങ്കിൽ എന്തോരം കൺവേർഷൻ കിട്ടാനുള്ള ചാൻസിനനുസരിച്ചാണ് നമ്മളൊരു CPA സെറ്റ് ചെയ്യും. ഈ CPA ടാർഗറ്റ് CPA സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഗൂഗിളിന്റെ ആഡ് ബോട്ട് കോസ്റ്റ് പെർ ക്ലിക്ക് നോക്കാണ്ട് നമുക്ക് മാക്സിമം ആ ഒരു പർട്ടിക്കുലർ കൺവേർഷൻ സെറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മുടെ ആഡിന്റെ ബിഡിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് മാറ്റും. അപ്പോൾ നമുക്ക് ഡെയിലി സ്പെൻഡിനനുസരിച്ച് മാക്സിമം കൺവേർഷൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ആ ഒരു രീതിയിലോട്ട് നമ്മുടെ ആഡ്സിന്റെ ഈ ഒരു പർട്ടിക്കുലർ ബിഡിംഗ് സ്ട്രാറ്റജീസ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനാണ് ടാർഗറ്റ് CPA എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ബേസിക് വാല്യൂ ഉണ്ട്, അതായത് എങ്ങനെയാണ്, അതായത് നമുക്ക് എന്തോരം ക്ലിക്സ്, as long as you are getting clicks that converted at a profitable cost, the business is going to grow. നമുക്കൊരു പ്രോഫിറ്റബിൾ ഗ്രോത്ത് എന്താണ്, എത്രയായിരിക്കണം നമ്മുടെ CPA, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ ടാർഗറ്റ് CPA ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിളിൽ എങ്ങനെ മനസ്സിലാക്കും എന്താണ് നമുക്ക് കൺവേർഷൻസ് എന്ന്, അതിന് നമ്മൾ കൺവേർഷൻ ആക്ഷൻ സെറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ വൺസ് നമ്മളൊരു ആഡ് റണ്ണ് ചെയ്തതിന് ശേഷം കുറച്ച് കൺവേർഷൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ബിഡിംഗ് സ്ട്രാറ്റജീസിലോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം വി ഷുഡ് ഹാവ് ആൻ ഹിസ്റ്റോറിക്കൽ ഇൻസൈറ്റ് വിത്ത് us before moving on to this type of bidding strategies. So let's see how it is going to work. Google will predict which clicks will convert and how much it will cost that click to convert. To use this strategy, you must have conversion tracking setup and you must have at least one conversion action configured. അതായത് സിമ്പിൾ ആണ്, നമുക്ക് ഈ ഒരു ടാർഗറ്റ് CPA എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ബിഡിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ നമുക്ക് കൺവേർഷൻ ആക്ഷൻ സെറ്റപ്പ് ചെയ്തിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ഇനി ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഗൂഗിൾ ഏത് ക്ലിക്കിലാണ് നമ്മുടെ ഒരു പർട്ടിക്കുലർ ആഡ് കൺവേർട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലെന്ന് പ്രഡിക്റ്റ് ചെയ്യും ഗൂഗിളിന്റെ AI, ആൻഡ് ആ ഒരു കൺവേർഷന് എന്തോരം കോസ്റ്റ് ആവുമെന്നും ഹൗ മച്ച് ഇറ്റ് വിൽ കോസ്റ്റ് ദാറ്റ് ക്ലിക്ക് ടു കൺവേർട്ട് എന്നും ഗൂഗിൾ പ്രഡിക്റ്റ് ചെയ്യും. ഇതിന്റെ ബേസ് ചെയ്താണ് നമുക്കൊരു ടാർഗറ്റ് CPA സെറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഫോർ എക്സാമ്പിൾ ഒരു സിനാരിയോ എടുത്തോളൂ. ഒരു പർട്ടിക്കുലർ നിങ്ങളൊരു പ്ലംബർ ആണെന്ന് വിചാരിക്കുക. നമുക്ക് പ്ലംബറിന് നമ്മൾ ഒരു പർട്ടിക്കുലർ ആഡ് റണ്ണ് ചെയ്യുന്നു. ഈ ആഡ് റണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീഡാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ ആഡിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരികയും നമ്മുടെ വെബ്സൈറ്റിൽ വന്നൊരു ലീഡ് ഫോം സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ലീഡ് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ആക്ഷൻ ആണല്ലേ കസ്റ്റമർ എടുത്തത്. അപ്പോൾ ലീഡ് ഫോം സബ്മിഷൻ എന്ന് പറയുന്നതാണ് കൺവേർഷൻ ആക്ഷൻ. ഇനി ഈ കൺവേർഷൻ ആക്ഷനിൽ നിന്ന് നമുക്ക് ലീഡ്സ് കിട്ടി. നമുക്കൊരു കാര്യം, നമ്മൾ ഹിസ്റ്റോറിക്കലി നമ്മളിങ്ങനെ ആഡ് റൺ ചെയ്ത് നമുക്ക് കിട്ടിയ ലീഡ്സിൽ നിന്ന് നമ്മൾ 10 പേരിൽ 2 പേര് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതായത് 10 പേരിൽ 2 പേരെന്ന് പറഞ്ഞാൽ 100 പേരിൽ ഏകദേശം 20 പേര്. അപ്പോൾ പെർസെൻറ്റേജ് എടുക്കുവാണെങ്കിൽ 20% കൺവേർഷൻ നമുക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ 10 ലീഡ് കിട്ടിയതിന് ശേഷമാണ് അതിൽ 2 പേര് നമുക്ക് കൺവേർഷൻ ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 പേര് കൺവേർഷൻ ആകുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് ആവറേജ് ഒരു വർക്ക് എടുക്കുമ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഉള്ളപ്പോഴാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 2 പേര് കൺവേർട്ട് ആവുകയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ ആവറേജ് കോസ്റ്റ് വരുന്നത് ഒരു വർക്ക് ചെയ്യുമ്പോൾ, ഈ പ്ലംബർ ഒരു വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ആവറേജ് ഒരു 1000 രൂപ കിട്ടും. ഒരു പ്ലംബിംഗ് വർക്ക് ചെയ്യുമ്പോൾ ആവറേജ് ഒരു 1000 രൂപ കിട്ടും. അതൊരു ടിപ്പിക്കൽ കേസ് ആണ് എടുക്കുന്നത്. ഇതൊരു ഫിക്ഷണൽ ആണ്, നമുക്ക് കോസ്റ്റ് ഒക്കെ വേരിയിങ് ആയിരിക്കും. എന്നാലും ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ എടുക്കുമ്പോൾ നമുക്കൊരു കൃത്യമായിട്ടൊരു കോസ്റ്റ് കിട്ടും. എത്ര രൂപയാണ് ആവറേജ് പ്രൊഡക്റ്റ് പർച്ചേസ്, അല്ലെങ്കിൽ ആവറേജ് ഓർഡർ വാല്യൂ, അങ്ങനെയുള്ള കോസ്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ ഒരു കൺവേർഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു ആവറേജ് ഓർഡർ വാല്യൂ ആണ്, അല്ലെങ്കിൽ ആവറേജ് സെയിൽ ആണ് നമുക്ക് ഇതിന്റെ ഒരു പർട്ടിക്കുലർ കൺവേർഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റവന്യൂ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു കൺവേർഷൻ എത്ര രൂപ കിട്ടുമെന്ന് മനസ്സിലായല്ലോ. 1000 രൂപയാണ് ആവറേജ് കിട്ടുന്നത്. അപ്പോൾ ഒരു 10 കൺവേർഷൻ നടന്നാലും നമുക്ക് എത്ര രൂപ കിട്ടും? 1000 × 10, അതായത് 10,000 rupees കിട്ടും. ഇനി ഇതിൽ നമുക്ക് എന്തോരം പ്രോഫിറ്റ് വേണം എന്നുള്ള ഒരു ആക്ഷണബിൾ ഇൻസൈറ്റ് വേണം. അതായത് 1000 രൂപ എനിക്ക് കിട്ടിയാലും ഇതിൽ എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് ഒരു 700 rupees ആണെന്ന് വിചാരിച്ചോളൂ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യൊരു പർട്ടിക്കുലർ സെയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വരുന്ന എക്സ്പെൻസ് കഴിഞ്ഞ് ഇൻ ഹാൻഡ് കിട്ടുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ പ്രോഫിറ്റിനെ കുറിച്ചും ധാരണ വേണം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടാർഗറ്റ് CPA ഈ ഒരു കൺവേർഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 200 rupees അല്ലെങ്കിൽ 200 ആണ് എമൗണ്ട് എന്ന് വിചാരിക്കുക. ഈ ഒരു പർട്ടിക്കുലർ 200 എമൗണ്ടിന് നമുക്കൊരു ലീഡ് കിട്ടുകയും ഈ ഒരു പർട്ടിക്കുലർ ലീഡിൽ നിന്ന് നമുക്കൊരു 10 ലീഡ് വന്നാലേ നമുക്കൊരു കൺവേർഷൻ നടക്കുകയുള്ളൂ എന്ന് വിചാരിക്കുക. 10 ലീഡ് വന്നാലേ നമുക്ക് 2 കൺവേർഷൻ സെയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ലീഡ് കിട്ടുന്നത് എങ്ങനെയാണ്? 200 rupeesനാണ്. 10 ലീഡ് എന്ന് പറഞ്ഞാൽ എത്ര? 2000 rupees ആയി. അപ്പോൾ 10 ലീഡ് നമുക്ക് അക്യൂർ ചെയ്യാൻ ഈ ഒരു കൺവേർഷൻ നടക്കാൻ നമുക്ക് 2000 rupees ആയി അല്ലെ. ഒരു ലീഡിന് 200, നമ്മൾ ടാർഗറ്റ് CPA ഇട്ടത് 200 ആണ്. അപ്പോൾ 10 ലീഡ് എന്ന് പറയുമ്പോൾ 2000 rupees ആയി. അപ്പോൾ 10 ലീഡിൽ എത്രണ്ണം കൺവേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചത് 20%, അതായത് 2 കൺവേർഷൻ. ഒരു കൺവേർഷനിൽ നിന്ന് നമുക്ക് 1000 രൂപയെ കിട്ടുള്ളൂ. അപ്പൊ 2 കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്തായി? 2000 rupees. നമ്മൾ ബ്രേക്ക് ഈവണേ ആയുള്ളൂ. എന്നാലും നമുക്ക് റവന്യൂ, നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസുകളിലാണ് നമ്മൾ ടാർഗറ്റ് CPA സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 50 rupees ആണ് ടാർഗറ്റ് CPA ഇട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ടാർഗറ്റ് CPA 50 rupees ഇട്ടാൽ എന്ത് വരും? സെയിം സിനാരിയോ എടുക്കുക. നിങ്ങളൊരു പ്ലംബർ ആണ്, നിങ്ങൾക്ക് 10 ലീഡ്സിൽ നിന്നാണ് 2 ലീഡ്സ് ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുന്ന ലീഡ്സ്. അതായത് എങ്ങനെയാണ്? നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്ന 10 വിസിറ്റേഴ്സിൽ നിന്ന് 10 ലീഡ്സ് സബ്മിറ്റ് ചെയ്യുന്നതിൽ 2 ലീഡ്സ് കൺവേർട്ട് ആകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ലീഡ്സ് കൺവേർട്ട് ആകുന്നതിൽ 10 പേരിൽ 2 പേരാണ് കൺവേർട്ട് ആകുന്നത്. അപ്പോൾ നിങ്ങൾ ടാർഗറ്റ് CPA 50 ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ 10 കൺവേർഷൻസ് വന്നു. 10 കൺവേർഷൻസ് വന്നതിൽ, കൺവേർഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലീഡ് ഫോം സബ്മിഷൻ മാത്രമാണ്. ഈ ലീഡ് എടുത്ത് നമ്മൾ വിളിച്ച് വേണം നമുക്ക് സെയിൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഇപ്പൊ ആവറേജ് സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 1000 ആയിരുന്നു. അപ്പോൾ 50 രൂപക്ക് നമുക്ക് ഒരു ലീഡ് കിട്ടുന്നുണ്ട്. ഈ 50 രൂപക്ക് കിട്ടുന്ന ലീഡ് ടോട്ടൽ 10 ലീഡ്സ് വന്നപ്പോൾ 50 into 10 അല്ലെ. 50 into 10 എത്ര? 500 rupees ആണ് നമുക്ക് കിട്ടിയത്. ഈ 500 rupeesനാണ് നമുക്ക് കിട്ടിയതല്ല, നമുക്ക് 500 rupees ആണ് സ്പെൻഡ് ആയത്. നേരെ മറിച്ച് ഈ 10 ലീഡ്സിൽ നിന്ന് 2 കൺവേർട്ടഡ് ആയാലോ അല്ലെ. നമുക്ക് കൺവേർഷൻ റേറ്റ് അറിയാം, 2 ആണ്. അതായത് 20% ആണ് കൺവേർഷൻ ആകുന്നത്. ഔട്ട് ഓഫ് 10 ലീഡ്സിന്റെ 20% എന്ന് പറഞ്ഞാൽ 2 ലീഡ്സ്, 2 പേര് കൺവേർട്ട് ആയി. അപ്പോൾ 500 rupees സ്പെൻഡ് ചെയ്തു, നമുക്ക് 2000 rupees കിട്ടി. പക്ഷെ നമ്മുടെ പ്രോഫിറ്റ് 700 ആയിരുന്നു. സോ നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടമൊന്നും വരാണ്ട് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് CPA സെറ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണം. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റോ സർവീസിൽ നിന്ന് നമുക്ക് എന്തോരം പ്രോഫിറ്റ് കിട്ടുമെന്ന് അറിയണം. അതേപോലെ തന്നെ ഇത് CPA ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റയും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു ടാർഗറ്റ് CPA സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. So next we are going to learn about target ROAS, target ROAS, return on ad spend. I will see you on the next video. Thank you.